ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടണ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണ് ഒന്ന് ചെയ്യണത്. അപ്പം കേക്ക് വേറെ ഒന്നൊന്നല്ല, സ്പാനിഷ് ഡിലൈറ്റ് ആണ്. അപ്പോൾ സ്പാനിഷ് ഡിലൈറ്റിൻ്റെ ഒരുപാട് വീഡിയോസ് ഇതിന് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം എനിക്കിപ്പോൾ ഈയിടെയായിട്ട് കൂടുതലും ഓർഡർ കിട്ടുന്നത് സ്പാനിഷ് ഡിലൈറ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഈയിടെയായിട്ട് ഏറ്റവും കൂടുതൽ നല്ല അഭിപ്രായം കിട്ടുന്ന ഒരു കേക്കും കൂടിയാണ് സ്പാനിഷ് ഡിലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഐസിങ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ക്രീമിൽ ബൂസ്റ്റ് പൗഡറും നട്ട്സും കൂടി ചേർത്തിട്ടുണ്ട്. നട്ട്സ് എന്ന് പറയുമ്പോൾ പ്രളയനാണ് കേട്ടോ നമ്മൾ ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കുന്നത് ചോക്ലേറ്റിൻ്റെ ഗനാഷയും പിന്നെ കാരമൽ സോസ്, പ്രളയന്, പിന്നെ ചോക്ലേറ്റിൻ്റെ ചിപ്സ്. അത് ഡാർക്ക് വേണമെങ്കിൽ ഡാർക്ക് ആക്കുക, വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് ആക്കുക. ഞാൻ ചില സമയത്ത് ഡാർക്കും ചില സമയത്ത് വൈറ്റും കൊടുക്കാറുണ്ട് കേട്ടോ. ചില സമയത്ത് മിക്സ് ആക്കിയിട്ടും കൊടുക്കാറുണ്ട്. പിന്നെ ബൂസ്റ്റിൻ്റെ പൗഡർ ഇത്രയൊക്കെ ഉണ്ട് നമ്മൾ ചെയ്യണത്. ഞാൻ ചെയ്യുന്നത് ഒരു ടോൾ കേക്കാണ്. നമുക്ക് കസ്റ്റമൈസ്ഡ് ഡെക്കറേഷൻ ആണ് തന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ അടുത്ത് നിന്ന് ആദ്യമായിട്ട് ഓർഡർ ചെയ്തിട്ടുള്ള ഒരു കേക്കായിരുന്നു. അപ്പം അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ കേക്ക് സെയിൽ ചെയ്യണതിൻ്റെ തലേ ദിവസമാണ് കേക്കിൻ്റെ ഐസിങ്ങും അതുപോലെ തന്നെ ഫിനിഷിംഗ് ഒക്കെ ചെയ്തു വെക്കാറുള്ളത്. പിന്നെ ബേക്കിംഗ് ഒക്കെ ഒരു ദിവസം മുന്നേ തന്നെ ചെയ്തു വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ കേക്കിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി കൂടും. അപ്പം നമ്മൾ ടോൾ കേക്കിന് ഒരു 5 ലെയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 7 ഇഞ്ചിൻ്റെ മുകളിൽ നമ്മൾ 2 ടൈംസ് ആയിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് തന്നിട്ടുള്ള ഡെക്കറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെയിൻബോൻ്റെ ഒരു മോഡലാണ് കേട്ടോ. റെയിൻബോൻ്റെ ഒരു തീമാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഹെവി ആയിട്ടുള്ളൊരു ഡെക്കറേഷൻ അല്ല, സിമ്പിളായിട്ടുള്ളൊരു തീമാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് ഈ ടോൾ കേക്കിന് പറ്റുന്ന രീതിക്കുള്ള കുറച്ച് കളേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ കസ്റ്റമർ തന്നിട്ടുള്ള തീമിലുള്ള സെയിം കളർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. 4 കളേഴ്സാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഫോട്ടോയിൽ തന്നിട്ടുള്ളത് ഡാർക്ക് കളറായിരുന്നു. പക്ഷേ ഞാൻ ഫുള്ള് ക്രീം വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് ഡാർക്ക് കളർ നന്നായിട്ട് യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മോൾ ഭാഗത്ത് മാത്രമാണ് നമ്മൾ കളർ യൂസ് ചെയ്യണമെങ്കിൽ മാത്രമാണ് ഡാർക്ക് കളർ ഞാൻ ചേർക്കാറുള്ളത്. ഫുൾ ക്രീമിൽ കളർ യൂസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ഡാർക്ക് കളർ വല്ലാണ്ട് ഞാൻ ചേർക്കാറില്ല. പിന്നെ നമ്മൾ ഫിനിഷിങ് ചെയ്യാൻ എടുത്തിരിക്കുന്നത് കേക്കിൻ്റെ സ്പഞ്ച് കട്ട് ചെയ്യുന്ന നൈഫ് തന്നെയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് നമുക്കൊരു അടിപൊളി ഫിനിഷിംഗ് ആണ് കിട്ടുന്നത്. പിന്നെ കേക്കിൻ്റെ മോൾ ഭാഗത്തായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷാണ് ഒഴിക്കാനുള്ളത്. അതുകൊണ്ട് നമുക്ക് മോൾ ഭാഗത്ത് വല്ലാണ്ട് അങ്ങോട്ട് കളർ തേക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നമുക്ക് ഗനാഷയല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കളർ കാണില്ലല്ലോ. അതുകൊണ്ട് മോൾ ഭാഗത്ത് ഞാൻ സ്പാനിഷ് ഡിലൈറ്റ് ഐസിങ് ചെയ്തിട്ടുള്ള ക്രീം തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം വൈറ്റ് കളറുള്ള ചോക്ലേറ്റ് ഗനാഷയാണ് യൂസ് ചെയ്യുന്നത്. ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും 1:1 ഉള്ള ഒരു റേഷ്യോയിൽ തന്നെയാണ് നമ്മൾ ഗനാഷ് തയ്യാറാക്കിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല തിക്നെസ്സിൽ തന്നെയാണ് കേട്ടോ ഗനാഷ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഗനാഷ് തയ്യാറാക്കിയിട്ട് ഒന്ന് ചൂടൊക്കെ മാറുമ്പോഴത്തേനും അത്യാവശ്യം തിക്നെസ് ആവും. പിന്നെ ഞാൻ ലെയർ ഡെക്കറേഷനാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മോൾ ഭാഗത്ത് ഇങ്ങനെ ഒരു അപാകത ഉള്ളതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. പിന്നെ ഗനാഷ് കുറച്ച് തിക്നെസ് ഉള്ളത് കൊണ്ട് അടിക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഇതിങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കാര്യമായിട്ട് വലിയ ഡെക്കറേഷൻ ഒന്നും ഇല്ല കേട്ടോ. കുറച്ച് ഷുഗർ ബോൾസ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു ടോപ്പറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫോണ്ടന്റ് ലെറ്റേഴ്സിലാണ് കേക്കിൽ മാറ്റർ കൊടുക്കുന്നത്. വൈറ്റ് കളർ ഫോണ്ടൻ്റ് ആണ്. അത് നമ്മൾ ലെറ്റർ കട്ടർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ അതിലോട്ട് നമ്മൾ ഗോൾഡൻ്റെ പൗഡർ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ടച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മൾ ടോപ്പറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. 18th ബർത്ത്ഡേ ആണ്. അപ്പോൾ 18th ടോപ്പറാണ് വെക്കാൻ പറഞ്ഞിരുന്നത്. ഇതിന് മുകളിൽ വേറെയും നമുക്ക് തന്നിട്ടുള്ള ഡെക്കറേഷനിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും വേണ്ട, സിമ്പിളായിട്ട് ഇത്ര മാത്രം ചെയ്താൽ മതി എന്നാണ് കേട്ടോ പറഞ്ഞിരുന്നത്. പിന്നെ ഇതിൽ ഷുഗർ ബോൾസ് ഒക്കെ എൻ്റെ ഇഷ്ടത്തിനാണ് ഇടുന്നത്. കാരണം നമ്മുടെ അടുത്ത് ഇങ്ങനെ ഷുഗർ ബോൾസ് ഇടാനോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സിമ്പിളായിട്ട് ഡിപ്പ് ചെയ്യുന്ന ഡെക്കറേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എനിക്കിങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സിമ്പിളായ പോലെ തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് ഷുഗർ ബോൾസ് ഇട്ടു. അപ്പം ഇത്രയുള്ള നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ, ടേക്ക് കെയർ.